തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ വിൽഫ്രഡ് മെത്രാൻ. ജീവിതകാലം 634 മുതൽ 709 വരെ. ബ്രിട്ടീഷ് ദ്വീപുകളിലും വിദേശങ്ങളിലും അനേകരെ മാനസാന്തരപ്പെടുത്തിയ വിൽഫ്രഡ് നോർത്തംബറൻഡിൽ ജനിച്ചു. 14 വയസ്സുള്ളപ്പോൾ ലിൻഡിസൂഫാൻ ആശ്രമത്തിൽ ദൈവശാസ്ത്രം പഠിക്കാൻ തുടങ്ങി. തുടർന്ന് കാൻഡർബറിയിൽ പഠിക്കുകയും റോമയിലേക്കൊരു യാത്ര ചെയ്യുകയുമുണ്ടായി. ഒരു കൊല്ലം ലിയോൺസിൽ താമസിച്ചു. അവിടെ ഒരു നല്ല വിവാഹാലോചന വന്നപ്പോൾ സമർപ്പിത ജീവിതത്തോടുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടമാക്കി. മടങ്ങി റോമിലെത്തി രക്തസാക്ഷികളുടെ കുഴിമാടത്തിലേക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തു. ലിയോൺസിലേക്ക് മടങ്ങിയ അദ്ദേഹം ആർച്ച് ബിഷപ്പ് ഡെലിഫിനോസിന്റെ കൂടെ 3 കൊല്ലം താമസിച്ചു. 658 ആർച്ച് ബിഷപ്പിനെ ക്രിസ്തുവിരോധികൾ വധിച്ചു. തന്റെ വത്സല പിതാവിനെ സംസ്കരിച്ച ശേഷം വിൽഫ്രഡ് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. ഡയറികളുടെ രാജാവ് ആൽഫ്രഡ് വിൽഫ്രഡിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. മാത്രമല്ല, ഒരു ആശ്രമത്തിന് വേണ്ട സ്ഥലവും കൊടുത്തു. റിപ്പൺ എന്ന സ്ഥലത്ത് ആശ്രമം സ്ഥാപിച്ചു. 664 വിൽഫ്രഡ് ലിൻഡിസൂഫാനിലെ മെത്രാനായി. 5 കൊല്ലത്തിനു ശേഷം അദ്ദേഹം യോർക്കിലേക്ക് മാറി. അവിടെ അദ്ദേഹത്തിന് ദുഷ്ടരാജാക്കന്മാരുടെ ദുർമോഹത്തിന് അടലാടേണ്ടി വന്നു. 2 പ്രാവശ്യം അദ്ദേഹം നാടുകടത്തപ്പെട്ടു. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവസാനം അദ്ദേഹം വിജയം വരിച്ചു. 709 ഒക്ടോബർ 12-ാം തീയതി തന്റെ സമ്മാനം വാങ്ങാനായി അദ്ദേഹം കർത്താവിങ്കിലേക്ക് പോയി.